ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രകൃതി സൌഹൃദ വികസനമാണ് സംസ്ഥാനത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ മത്സര രംഗത്തുള്ളത് 10 സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച. നാളെ നിശ്ചയിച്ചിരുന്ന പൊതു അവധി മറ്റന്നാളത്തേക്ക് മാറ്റി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശുദ്ധ ഹജ്ജ് യാത്രയുടെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടന്നു. വാർത്തകൾ വിശദമായി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭാവി തലമുറയ്ക്കായി കൂടുതൽ ഹരിതാഭമായ ഭൂമി സൃഷ്ടിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ ആൽമരത്തൈ നട്ടു. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത സംരംഭത്തിന്റെ ഭാഗമായ 200 ഇലക്ട്രിക് ബസ്സുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതിയെ ഹരിതാഭമാക്കാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. സുസ്ഥിര പ്രകൃതി സൌഹൃദ വികസനമാണ് സംസ്ഥാനത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതി ദിനത്തിൽ ലോകത്താകമാനം ഉണ്ടാകുന്ന ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാകാതെ പോകുന്ന സാഹചര്യം ഇല്ലാതാക്കണം എന്നതാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പരിസ്ഥിതി മിത്രം പുരസ്കാര സമർപ്പണവും പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2050ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോവുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. 2050ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നമ്മുടെ സംസ്ഥാനം ശ്രമിക്കുന്നത്. അതിനുതകും വിധമുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നുമുണ്ട്. ഹരിത കേരള മിഷന്റെ 1 കോടി വൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസ് കോമ്പൌണ്ടിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. വാശിയേറിയ പോരാട്ടത്തിന്റെ ചിത്രമാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം പിന്നിട്ടപ്പോൾ നിലമ്പൂരിൽ പ്രകടമാകുന്നത്. പ്രമുഖ മുന്നണികളുടേതടക്കം 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥി CPIMന്റെ M സ്വരാജ്, UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻരാജ് എന്നിവർക്കൊപ്പം 2021 നിലമ്പൂരിൽ വിജയിച്ച PV അൻവർ സ്വതന്ത്രനായി കളം നിറഞ്ഞതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിനായിരിക്കും നിലമ്പൂർ സാക്ഷിയാവുക. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ പ്രചാരണത്തിൽ സജീവം കഴിഞ്ഞു. പഞ്ചായത്തുകൾ തോറും പര്യടനം നടത്തി പരമാവധി വോട്ടർമാരിൽ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19-ന് നിലമ്പൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ശനിയാഴ്ച. നാളെ നിശ്ചയിച്ചിരുന്ന പൊതു അവധി മറ്റന്നാളത്തേക്ക് മാറ്റി. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ കേന്ദ്ര ജീവനക്കാരുടെ ബക്രീദ് അവധിയും മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പ്രവൃത്തി ദിവസമായിരിക്കും. സംസ്ഥാനത്ത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച വിജ്ഞാപനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. നിരോധനം ലംഘിക്കുന്ന ട്രോൾ ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ 4866 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്നലെ 564 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ 1487 പേർക്കാണ് രോഗബാധ. 114 പേർക്ക് സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹി, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും രോഗബാധിതരുടെ എണ്ണം 500-ന് മുകളിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കാശ്മീർ സന്ദർശിക്കും. കത്ര ബാരാമുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കും. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് ബ്രിഡ്ജും അംജിഗഡ് റെയിൽവേ പാലവും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം ഖത്രയിൽ തുടക്കം കുറിക്കും. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് പരിപാടിക്ക് കൃഷിമന്ത്രി എത്താതിരുന്നതെന്നും രാജ്യത്തിന്റെ അടയാളമായതിനാലാണ് ചിത്രം മാറ്റാൻ കഴിയാത്തതെന്നും ഗവർണർ പറഞ്ഞു. കൃഷിവകുപ്പിന്റെ പരിപാടി തുടർന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റിയിരുന്നു. ഭരണഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള സമീപനം അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് 1670 ഹെക്ടർ ഭൂമിയിൽ പഴവർഗ്ഗ ക്ലസ്റ്റർ നടപ്പാക്കി പഴവർഗ്ഗ കൃഷി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന രീതിയിൽ നാടൻ പഴവർഗ്ഗ ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിച്ച ഫലവൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരിലേക്ക് നൂതന സാങ്കേതിക വിദ്യകൾ നേരിട്ടെത്തിക്കുന്നതിനുള്ള വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി കോഴിക്കോട് ബാലുശ്ശേരി ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ വിവിധ പരിപാടികൾ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ബാലുശ്ശേരി ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിലാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പരിപാടി നടന്നത്. കോഴിക്കോട് ജില്ലയിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാൻ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് ബാലുശ്ശേരി കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിലെ കർഷകർക്കായി ബാലുശ്ശേരി ബ്ലോക്ക് ഓഫീസിലും നടുവണ്ണൂർ, അത്തോളി, കോട്ടൂർ, ഉള്ളിയേരി പഞ്ചായത്തുകളിലെ കർഷകർക്കായി ഉള്ളിയേരിയിലും പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങൾ പ്രഗത്ഭരും ശാസ്ത്രജ്ഞരുമായ ഡോക്ടർ അബ്ദുൽ ഹാരിസ്, ഡോക്ടർ കേശവകുമാർ, ഡോക്ടർ അഖിലേഷ് KV, ഡോക്ടർ PS മനോജ് എന്നിവർ കർഷകർക്കായി ക്ലാസുകൾ നയിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച പുസ്തകോത്സവം പുരോഗമിക്കുന്നു. ഗവൺമെന്റ് പ്രസിന് സമീപത്തുള്ള സെയിൽസ് എംപോറിയത്തിൽ ഈ മാസം 30 വരെ നടക്കുന്ന മേളയിൽ 600-ൽ പരം ഗ്രന്ഥങ്ങൾ 10 മുതൽ 90% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. വിശുദ്ധ ഹജ്ജ് യാത്രയുടെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് പങ്കെടുത്തു. ദുൽഹിജ്ജയുടെ 9-ാം ദിവസം ആചരിക്കുന്ന അറഫ ദിനം തീർത്ഥാടന അനുഭവത്തിന്റെ പരിസമാപ്തിയെ കുറിക്കുന്നു. ഹജ്ജിന്റെ ആദ്യ ദിനമായ ഇന്നലെ മിനായിൽ പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചത്. നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന മലപ്പുറം ജില്ലയിലെ കൂരിയാട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA സന്ദർശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ അടയാളമാണ് ദേശീയപാതയുടെ തകർച്ചയെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കൂരിയാട് സന്ദർശിക്കാത്തതിനെയും ശ്രീ സണ്ണി ജോസഫ് രൂക്ഷമായി വിമർശിച്ചു. ബക്രീദ് അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ നാളെ KSEB കാര്യാലയങ്ങളും ക്യാഷ് കൌണ്ടറുകളും സാധാരണ പോലെ പ്രവർത്തിക്കും. ശനിയാഴ്ച ക്യാഷ് കൌണ്ടറുകൾക്ക് അവധിയായിരിക്കുമെന്നും KSEB അറിയിച്ചു. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനത്തിൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 10ലേക്ക് നീട്ടി. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ നൽകാവുന്നതാണ്. 2025ലെ തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൌഹൃദമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചുമായിരിക്കും നടത്തുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് കമ്മീഷണർ വൃക്ഷത്തൈ നട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രകൃതി സൌഹൃദ വികസനമാണ് സംസ്ഥാനത്തിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ മത്സര രംഗത്തുള്ളത് 10 സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച. നാളെ നിശ്ചയിച്ചിരുന്ന പൊതു അവധി മറ്റന്നാളത്തേക്ക് മാറ്റി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വിശുദ്ധ ഹജ്ജ് യാത്രയുടെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.